അല്ലേ? കരുവാരക്കുണ്ടാണ് മാപ്പിളപ്പാട്ടുകളും ഒപ്പനപ്പാട്ടുകളുടെയും കുലപതിയാണ് അല്ല കുറേ അല്ലേ? പേർക്ക് അതെ 30 വർഷത്തോളം പാട്ട് എഴുതി, 1000-ലേറെ പാട്ടുകൾ. അതെ അതെ ഈ മാപ്പിളപ്പാട്ടിനൊക്കെ പല രീതി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ഈ കത്ത്, കമ്പി അങ്ങനെ എന്തൊക്കെയോ പറയാറുണ്ട് പാട്ടുകളുണ്ട് അല്ലേ? ആ കത്തുപാട്ടുകൾ പിന്നെ കമ്പി അതിന്റെ ഇതാണ് പറയുന്നത് എഴുത്തിന്റെ ഇതുണ്ടാവുമല്ലോ ഈ കത്തുപാട്ടുകൾ പാൽക്കമ്പി അതൊക്കെ കത്തുകൾ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടു പ്രവാസ അതെ, അവിടെ പ്രവാസി, അതെ. അത് എസ് എ ജമീൽ നിലമ്പൂർ തന്നെയാണ് അവരുടെ, കത്തുപാട്ടുകൾ. അതെ, അതെ. നമുക്കുണ്ടെങ്കിൽ വാർത്തയുടെ തലക്കെട്ടൊക്കെ അങ്ങനെ പാടാം അല്ലേ? ഈ മറ്റേ അല്ല കത്തുമായിട്ട് ഞാൻ പെട്ടെന്ന് നോക്കി മറ്റേ ചിട്ടിയായി ഹേ എന്നുള്ളത് പങ്കജുദാസിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടല്ലേ ചിട്ടിയായി ഹേ. അപ്പോൾ മാപ്പിളപ്പാട്ടിലേക്ക് വന്നതോടുകൂടി സിനിമയിലേക്ക് പാടുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ മാപ്പിളപ്പാട്ടിലും ഒപ്പനപ്പാട്ടിലും വന്നു അല്ലേ രഹനയ്ക്ക്? അല്ല എന്നാലും സിനിമയിലും നല്ല പാട്ടുകളല്ലേ സിനിമയില് പ്രണയനിലാവ് എന്ന് അതിനകത്തെ പാട്ട്. അതിൽ പ്രണയനിലാവിൽ രഹന പാടിയ പാട്ട് തന്നെ പിന്നീട് ഇദ്ദേഹം പാടിയിട്ടുണ്ടോ? ദാസേട്ടനും പാടിയിട്ടുണ്ട്, ഞാനും പാടിയിട്ടുണ്ട്. അന്നൊക്കെ ശരിക്കും പറഞ്ഞ ഫീമെയിലും മെയിലും അങ്ങനെ അങ്ങനെ പാടുമല്ലോ ആ സമയത്ത് ഒരു സോങ്. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ രണ്ടും അത് വിഷ്വൽ ചെയ്തു. അങ്ങനെ സാധാരണ കിട്ടില്ല. കാരണം ദാസേട്ടൻ പാടിയത് കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു പ്രണയ അതില്. പിന്നെ എൻ്റെ കുറച്ചൊരു എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമാണെന്ന് അറിയത്തില്ലേ, ചിത്ര ചേച്ചിയുടെ ഒരു പാടുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് പാടുന്നു. ആ ഒരു മുഖഭാവം ഉണ്ട്, ആ വരിയിലെ ആ ശബ്ദവും ഏറെക്കുറെ ഒരുമിച്ച് വരുന്നുണ്ട്. ഞാനിങ്ങനെ താഴെന്നിങ്ങനെ നോക്കിക്കൂലേ. ഞാൻ എപ്പോഴും എൻ്റെ മോൻ്റെ അടുത്ത് അങ്ങനെ പറയും. കാരണം അതൊക്കെ സത്യം പറഞ്ഞാൽ ദാസേട്ടൻ ചിത്രേച്ചി അവരുടെയൊക്കെ ആ ഒരു സമയത്ത് അല്ലേ നമുക്ക് ജാനകിയമ്മയൊക്കെ ആയിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് വലിയ ഭാഗ്യമല്ലേ. അതെ, മലബാർ മേഖലയിലേക്ക് ഈ വലിയ മുജാഹിദ് സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഈ കാസറ്റ് പാട്ടുകൾ വലിയ ട്രെൻഡായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് 9ാം ക്ലാസ്സിലാണ് ഇതിനെ പാടി തുടങ്ങുന്നത്. കുറവല്ലേ, വളരെ അതിനകത്തും പോലും ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു രഹനയാണ് ഏറ്റവും മുന്നിൽ നിന്ന് മാപ്പിള പാട്ടുകളുടെ കാര്യത്തിൽ അല്ലേ. ഒരു ലേഡി വോയിസ് എന്ന് പറയുന്നത് രഹനയാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ പോകണം ഒരു വഴിക്ക്. നല്ല കോംബോ ആയിരുന്നു കണ്ണൂർ ഷാഫി ആയിട്ടുള്ള കോംബോ. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരുമിച്ചാണോ പാടിയിട്ടിരിക്കുന്നത്? കണ്ണൂർ ഷാഫി അധികം കണ്ണൂർ ഷാഫി വന്നിരുന്നു നമ്മുടെ കണ്ടിരുന്നു. ഞാൻ കണ്ടിരുന്നു. ഷെരീഫാണ് വന്നിരുന്നത്. ഷെരീഫും ഞാനും ഒരുപാട് പാട്ടുകൾ, ദറജപ്പൂ മോളല്ലേ ഷെരീഫും ഞാനും പാടിയതായിരുന്നു. ഷാഫിയുടെ കൂടെ എന്നും നിനക്കായി പാടാം, ചക്കരച്ചുണ്ടിൽ, അതൊക്കെ ഇപ്പൊ ഒരു ഫിലിമിലോട്ട് വീണ്ടും എടുത്തു. ചക്കരച്ചുണ്ടിലൊക്കെ ഈ മാനത്തൊരു പെൺതാരകം അതൊരു ഒപ്പനപ്പാട്ടാണ്. അതെ, ചിത്ര ചേച്ചിയാണ് പാടിയത്. അത് പ്രണയനിലാവ് പറഞ്ഞ ഫിലിമില് ഉള്ള ഒരു ഒപ്പനപ്പാട്ട്. ചിത്രയാണ് പാടിയത്. ചേച്ചി പാടി അതിന്റെ കൂടെ ഞാൻ ചേച്ചി കൂട്ടത്തിലെ കോറസിലുണ്ട്. വോയിസും